അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ദേഹബോധവും ഏൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒരുപക്ഷെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവുക ഈ നെയ്യാറ്റിൻകര മുഴുവൻ തന്നെ RSSനെതിരായിട്ടുള്ള ആളുകളാണ്, RSSകാരൊക്കെ വിഷമാണ് എന്ന് കരുതുന്ന ആളുകളാണ് എന്നൊരുപക്ഷെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായും ആ പ്രസംഗം കേട്ട് അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ പ്രതിഷേധിച്ചു. കാരണം ഇതങ്ങനെ മുൻകൂട്ടി RSSോ BJPയോ ഈ തുഷാർ ഗാന്ധിയുടെ പ്രസംഗം മുൻകൂട്ടി ചോർത്തിയെടുത്ത് ഇങ്ങനെയൊരു പ്രസംഗം വരാൻ പോകുന്നു, അതുകൊണ്ട് പ്രതിഷേധിക്കാൻ ആളെ സംഘടിപ്പിക്കണം, അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധിച്ചു. അവരാരും ഒരു തരത്തിലുള്ള അക്രമത്തിനും മുതിർന്നിട്ടില്ല, അവരാരും അവരുടെ വഴിയും തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിച്ചു. അദ്ദേഹം തന്നെ കാറിൽ കയറി പോകുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചു. ഒരു വിരോധമില്ല, ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കരുത്. അതായത് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സമയത്ത് ഈ പ്രസംഗം കേട്ട ശ്രോതാക്കളിൽപ്പെട്ട ചില ആളുകൾക്ക് ഇതുപോലെയുള്ള അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന് അവർക്ക് സ്വയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധിച്ചു. അല്ലാതെ തുഷാർ ഗാന്ധിക്കെതിരായിട്ട് രാജ്യം മുഴുവൻ പ്രതിഷേധ പ്രകടനം നടത്താൻ തുഷാർ ഗാന്ധി എന്ത് സാധനം ഒന്നുമല്ല. ആ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവിൻ്റെ പങ്ക് ആലപ്പുഴയിലെ ഈ മയക്കുമരുന്ന് കടത്തിൽ വളരെ വ്യക്തമായിരുന്നതാണ്. അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ മകനെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അവസാനം അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കേസിൽപ്പെട്ടു. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള വസ്തുക്കളുടെയും മുഴുവൻ വിപണനം, ആ വിപണനം നടത്തുന്നവരുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനുമുള്ള ബന്ധം അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കൊരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ നടപടിയെടുക്കുമ്പോൾ ഉടനെ മുകളിൽ നിന്ന് വിളി വരുന്നു. അതുകൊണ്ട് കേരളത്തിലെ മയക്കുമരുന്നിനെയും ആ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാർക്കോട്ടിക് ഉൾപ്പെടെ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ കേരളത്തിൽ ഇത്ര വലിയ വ്യാപനമുണ്ടാകുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ്. അത് അവരുടെ കൂട്ടത്തിലുള്ള തുടക്കത്തിൽ അവർ കച്ചവടം മാത്രമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക, ഇപ്പോൾ അവരുടെ ആൾക്കാർ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും.